കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തവ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള തവ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു തവ എടുത്തിട്ടുണ്ട് കേട്ടോ. തവ എടുക്കുമ്പോൾ ഇരുമ്പിന്റെ തവ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അടിഭാഗം കുറച്ച് കട്ടിയുള്ളത് ഉപയോഗിക്കാം, അപ്പോഴായിരിക്കും കുറച്ച് നന്നായിട്ട് വരാം. ഈ തവ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത് മതി കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളകാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. ഇതിപ്പോ 3/4 കിലോ ചിക്കനാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഇത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. എത്രയ്ക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രയും തന്നെ ചെറുതാക്കി എടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണത്. നമ്മുടെ തവയുടെ വലിപ്പത്തിനനുസരിച്ച് മാത്രം ചിക്കൻ എടുക്കാം കേട്ടോ. ഒരുപാട് ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വലിയ തവയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചിക്കൻ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഈ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വന്നോളും. പിന്നെ തവ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ എപ്പോഴും ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കുക. അപ്പോഴായിരിക്കും ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് എടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കാണുന്നത് ഓയിലാണ്. ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. ചിക്കനും ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഓയിൽ ഉണ്ടാവണം, അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണത്. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതാദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവോള നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു തക്കാളി നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തത്. നല്ല പഴുത്ത തക്കാളി തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഈ തവ ചിക്കൻ ഫ്രൈ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ സവാള വഴറ്റിയെടുത്തതിന് ശേഷം നല്ല തക്കാളി ചേർക്കുക, അങ്ങനെയൊന്നല്ല. നമ്മൾ ഇതൊക്കെ ഒരുമിച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നോളും. ആവശ്യത്തിന് ഓയിൽ ഉണ്ടാവണമെന്ന് മാത്രം. ഇതിലിപ്പോൾ എണ്ണ കുറച്ച് കുറവാണ്, ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ഇനി നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ നാരങ്ങ നീര് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിക്കനുസരിച്ച് പുളി കൂടി പോയിരുത് കേട്ടോ. ഒന്നും കൂടിയും ഇളക്കി കൊടുക്കാം. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ശരിക്കും മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പിടിച്ചു വരും. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അതിനുശേഷം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് കഷ്ണങ്ങൾ എടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ നന്നായിട്ട് തന്നെ പിടിക്കും. ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറവാന്ന് തോന്നുമ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുള്ളൂ. എല്ലായിടത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇതിൽ കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചും കൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട, പെട്ടെന്ന് ഈ മസാലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരുവിധം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത സവാളയും തക്കാളിയും ഒന്നും കാണാൻ പോലും ഇല്ല. കണ്ടില്ലേ, ചിക്കനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തവ ചിക്കൻ ഫ്രൈ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടിയും അതുപോലെ ചപ്പാത്തിയുടെ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.